ഗൈസ്, അപ്പാനിയും ബിൻസിയും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും മതി വരാത്ത രണ്ടെണ്ണം. അപ്പാനി കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ചെറിയ കുറച്ച് പാൽ കഷ്ണവും നമ്മുടെ ബിൻസിക്ക് പറയാനുള്ളതും കേൾക്കാം. ബിൻസി ലൈവിൽ ഇരുന്നു കൊണ്ടാണ് തകർക്കുന്നത്. ബിൻസി പറയുന്നതൊന്ന് കേൾക്കാം. കുറ്റം പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്രയ്ക്ക് ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന് എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യം ആ ഗതികേടും എനിക്കില്ലല്ലോ. എന്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്ന അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്റർവ്യൂവിൽ എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്ക് ദാരിദ്ര്യം ഇല്ലെന്ന്, ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് നല്ല കായ് കിട്ടുന്നുണ്ടെന്ന്. നീ എവിടെയെങ്കിലും ഒന്ന് ഉറക്കടി പെണ്ണേ, നീ അവിടെയും ചാടി ഇവിടെയും ചാടി, നിനക്ക് എന്ത് സത്യത്തിൽ ഇന്റർവ്യൂ കിട്ടുകയാണെങ്കിൽ ഇന്റർവ്യൂ അതിനകത്ത് നടന്ന സംഗതികളെ കുറിച്ച് പറയാനാണ്. പക്ഷെ ബിൻസിക്ക് കിട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതിന് ഒരാഴ്ച കണ്ടില്ലേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരാഴ്ച ഉണ്ടായിരുന്ന ഈ സാധനത്തിന് എന്ത് പറയാണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മൈക്കും കൊണ്ട് അങ്ങോട്ട് തള്ളി കയറുന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും ചെറിയ എമൗണ്ട് ആയിരിക്കും പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ടാവുക. ആ ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം ആൾക്കാരങ്ങോട്ട് പോകുന്നുണ്ടാവുക. ഇനി നമുക്ക് പോകേണ്ടത് അപ്പാനി അണ്ണനിലേക്കാണ്. അണ്ണൻ എന്തിനാ പറയണം? എന്നാ പറയണ കേക്കട്ടെണ്ണ. അതിന് ഒരു ഒളിവും മറിവൊന്നുമില്ല. കറക്റ്റ് ചെന്ന് മുഖത്ത് നോക്കി സംസാരിച്ചു, മറുപടി കിട്ടിയിട്ടില്ല. അവിടെ വാ അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അടപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? വാ അടപ്പിച്ചു. അതിൽ അവരെ വോട്ട് കൂട്ടാനോ അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കാനോ അവരെ നല്ല കുട്ടിയാക്കാനോ മോശക്കാരിയാക്കാനോ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ നമ്മളുടെ കുറെ തെറ്റിദ്ധാരണകൾ അത് തിരുത്തുക. അത് തെറ്റ് ശരി, നമ്മൾ തെറ്റിദ്ധാരണകൾ മാറിയില്ലെങ്കിൽ കൂടി പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതിന് എന്ത് സംഭവിച്ചാണെങ്കിലും അത് ഇനി ആയാലും ജീവിതത്തിലാണ്. അല്ലണ്ണ, എന്തിനാണ് തെറ്റിദ്ധാരണ? അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ബിൻസി ആയിട്ടുള്ള സംഗതിയാണോ? ബിൻസി ആയിട്ടുള്ള സംഗതി ശരിയായ ഒരു ധാരണയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ ഇളക്കവും എൻ്റെ ചാട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പിടികിട്ടിയത് എന്തരാണ്. അതിലെന്തത് ഡയറക്റ്റ് ചോദിച്ചു, ഉത്തരമില്ലാണ്ട് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയില്ല. അനുമോള് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലേ? അനുമോളെടുത്ത് അങ്ങോട്ട് മണ്ടയിലോട്ട് ഓടി കയറിയപ്പോൾ അനുമോള് കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. എന്തായിരുന്നു അനുമോള് പറഞ്ഞത്? ബിൻസി താൻ എവിടെ പോയിരുന്നാലും അവിടേക്ക് ബിൻസി വന്ന് അവനെ ശല്യം ചെയ്യാറുണ്ട് എന്നല്ലേ പറഞ്ഞത്. ബിൻസി കിടന്ന് ചാടി കടിച്ചപ്പോഴും മിണ്ടാതിരുന്നിട്ട് ബിൻസിയോടും അവളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലേ? പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവരെല്ലാം ശൈത്യയാണെന്ന് ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തന്നു. അപാര തൊലി കെട്ടി കേട്ടാ, ഒന്നും പറയാനില്ല. അവനവൻ ചെയ്ത മിസ്റ്റേക്ക് മറച്ചു വെച്ചിട്ട് മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാണിക്കുന്ന ആ അത്യുത്സാഹമുണ്ടല്ലോ, എവിടുന്നപ്പാ നിന്റെ തൊലി എന്തോന്നാണ്. അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിന്റെ അകമല്ല പുറത്താണെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. കമന്റുകൾക്ക് മറുപടി കൊടുക്കില്ല. മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളും പിന്നിൽ നിന്ന് കുത്തണ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, മറുപടി കൊടുക്കും. ഇത് തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് അനുമോള് വിൻ ചെയ്ത സമയത്ത് ശൈത്യ മറ്റേ ഒരു എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. പക്ഷെ ഈ റീ എൻട്രി സമയത്ത് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഇടയ്ക്ക് പോയി എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, പിന്നെ ഇവര് മാറുന്നു, പിന്നെ ഒരിക്കലും മിണ്ടില്ല എന്ന് പറയുന്നു, പിന്നെ അനൂപ എണ്ണിക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നു, വീണ്ടും അടിയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷെ അനു വിൻ ചെയ്തപ്പോഴത്തേക്ക് ആദില നൂർ അവരെന്നിട്ട് നിന്ന് കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ശൈത്യ കൈ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനും ആ അനുമോളുടെ ഹാപ്പിനെസ്സിൽ ഞാനും കൂടെ ചേരുകയാണ് ചെയ്തത്. അല്ലാതെ ഞാൻ ശൈത്യ അവിടെ ശ്രദ്ധിച്ചില്ല ആ സമയത്ത്. പിന്നെ ഞാൻ കണ്ടപ്പോഴാണ് ശൈത്യ കൈയടിച്ചില്ലെന്നോ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോസ് ഒക്കെ വരുന്നു. ആരെന്തിനാ ഇങ്ങനെ വെറുതെ ആക്രമിക്കുന്ന? അവർ മത്സരിക്കാൻ വേണ്ടി വന്നു, അവരെ കയ്യിൽ നിന്ന് എന്തൊക്കെയൊക്കെ തെറ്റുകൾ പറ്റി കാണാം. ആരെ ആക്രമിക്കുന്ന? അനുവിനെ ആക്രമിക്കുന്ന കാര്യമാണോ അത് ശൈത്യ ആക്രമിക്കുന്ന കാര്യമാണോ? ആ കുട്ടി എപ്പോഴും വലിയ ഡ്രോമയിലാണെന്ന് ഇയാൾക്ക് ഇനി മനസ്സിലായില്ലേ? സത്യം തന്നെ ഈ അന്നത്തെ സംഭവത്തിൽ നമ്മൾ ശൈത്യയെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഇവനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇനി റിപ്പീറ്റ് ചെയ്ത് നോക്കണം ഇവ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ ആക്ഷൻ എന്തായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവൻ അനുമോളുടെ അടുത്ത് പോയിട്ടില്ല, നേരെ അനീഷിൻ്റെ അടുത്താണ് പോയെന്നാണ് ഓർമ്മ. അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും ഒക്കെ ഉള്ളത് ശൈത്യയ്ക്കാണ്. ഈ അവനും അതുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അത്. അനുമോളോട് ഇത്രയും ശത്രുത വരേണ്ട കാര്യം എന്താണ്? അവൻ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കുടുംബസ്ഥനായ ഒരു പെണ്ണിന്റെ പിറകെ കിടന്ന് ഡാൻസ് കളിക്കണം. നമ്മളൊക്കെ പൊട്ടക്കണ്ണരാന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. കെട്ടിപ്പിടുത്ത ഉമ്മവപ്പ്, അയ്യോ എന്തുവായിരുന്നു. പിരിഞ്ഞു പോണ സമയത്താണ്, അല്ല അതിനകത്തുള്ളതല്ല. പിന്നെ കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഏകദേശം ബിഗ് ബോസ് എടുത്ത് പുറത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബിൻസി എന്ന് പറയുന്ന RJ ബിൻസി എന്ന് പറയുന്ന മണ്ടി പെണ്ണായതുകൊണ്ടാണ് പിന്നെയും ഇവന്റെ പിറകെ നടക്കുന്നത്. കാരണം അത്രയും പേര് കാണുന്ന ഒരു ഷോയ്ക്കകത്ത് ഇവൻ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്, ആരുടെ അടുത്ത്? അനുമോളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അവളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നതല്ല. അതായത് അവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായി കളിച്ച ഒരു നല്ല വില്ലനാണ്, ഒരു മാസ് വില്ലനാണ് ഇവൻ. മാത്രമല്ല ഈ ഒരു സദാചാര സംഗതി അങ്ങ് നീക്കി വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി അല്ലാതൊരു വിഷയം പറയാം, അനുമോളെ ഏറ്റവും അധികം മോശപ്പെട്ട രീതിയിൽ ആക്രമിച്ചത് അപ്പാനി തന്നെയാണ്. ഏറ്റവും വൾഗറായി ആക്രമിച്ചത് അപ്പാനിയാണ്. അതേപോലെ മസ്താനിയെ. പെൺകുട്ടികൾക്ക് ചീത്ത വിളിക്കുന്ന ആളുകളെയാണ് ഇഷ്ടമെന്ന ഒരു ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മഹാവൃത്തികെട്ടവനാണ് ഇവനാണെന്ന് ഞാൻ പറയും. അത്രത്തോളം ബോധമില്ല. പെണ്ണുങ്ങൾക്ക് ചീത്ത വിളിക്കുന്ന ആണുങ്ങളെയാണ് ഇഷ്ടമെന്ന് ഇവൻ്റെ കൺസെപ്റ്റാണ്, ഇവൻ്റെ ഐഡിയ ആണ്. ഓർത്ത് നോക്കുക, അന്ന് ഇവർ രണ്ടുപേരും പുറത്താകുന്നു, ശൈത്യ ഇവനും പുറത്താകുന്നു. ആ ഒരു അത്രയും ഒരു 36 മിനിറ്റോളമുള്ള ഒരു ഇന്റർവ്യൂ ഫുൾ അനുമോളെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങി എയർപോർട്ടിൽ അപ്പോഴും ആപ്പറകളെടുത്തും ഇതേ സാധനം റിപ്പീറ്റഡ്ലി അനുമോൾ കുഴപ്പം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടാണ് പയ്യെ മാറ്റി തുടങ്ങിയത്. അതിനകത്തേക്ക് കയറിയപ്പം അനുമോൾ എടുത്ത് പോയിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ കളയുക, പുറത്തുള്ളത് പുറത്തേക്ക് കളയുക എന്ന് വെച്ചാൽ അവൾ വേണേം താനും എന്നാ വേണ്ടേം താനും. നല്ല കുത്തിക്കഴപ്പ്, അത്ര എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുള്ളൂ. എന്തായിരിക്കും ചേട്ടാ എല്ലാവരും ഒന്നാകെ ഇങ്ങനെ ഒരാൾക്ക് എതിരായിട്ട് വരാനായിട്ടുള്ള അനുവിനെതിരെ? എന്നിട്ടും ആള് വിൻ ചെയ്തല്ലോ, അതാ ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഒന്നാകെ ഹൗസിൽ കയറിയിട്ട് ഈ റീ എൻട്രി സമയം നമ്മൾ മറ്റു സീസൺസിലൊക്കെ എല്ലാവരും മറ്റേ ജോളിയായിട്ട് ഇരിക്കുക, കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെ കാണുന്നത്. ഇത്രയും നമ്മൾ പുറത്ത് എപ്പിസോഡ്സിൽ കാണാത്ത എന്തോ ചിലതൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ഒന്നാകെ, അതായത് ഇപ്പൊ ഈ സരിക ചേച്ചിയൊക്കെ ആയിട്ട് എന്താ ഇഷ്ടം? പേടിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. പറഞ്ഞാലും പറയാതെയും നമുക്കതിരെ ഒരുപാടധികം കളികൾ കളിച്ചില്ലേ ഇല്ലേ? അപ്പൊ പിന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതായത് അനുമോള് ഒരുപാട് രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഈ പറയുന്ന രീതിയിൽ അപ്പാനി പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അതിനകത്ത് അത്രയധികം ശത്രുക്കൾ വന്നതിന്റെ റീസൺ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അനുമോൾ ഒരാള് അവിടെ പുരോഗമനവാദിയല്ലായിരുന്നു, ബാക്കി എല്ലാവരും അറഞ്ചം അല്ലെങ്കിൽ ബ്രഡിക്കുലസിലി പുരോഗമനവാദികളായിരുന്നു. അവരുടെ പുരോഗമനത്തിലേക്ക് ഈ കൊച്ചിനെത്താൻ പറ്റിയില്ല. അത് മാത്രമേ ഉള്ളൂ. ഇത് ഇത്ര ചോദിക്കാൻ തോന്നിയിരിക്കുന്നു. അവൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന, അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച സാധാരണക്കാരുടെ വക്താവായ ഒരു സ്ത്രീയാണ്. അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കുന്നില്ലായിരുന്നു. അവളത് പറയാനുള്ളത് അങ്ങ് പറഞ്ഞു, ആരെയും ഭയപ്പെടാതെ. മോഹൻലാലിൻ്റെ അടുത്ത് വരെ പറഞ്ഞു, ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ടാരെയും കണ്ടെന്ന് പറയും. അവിടെ സാധാരണ ഈ മോഡേണിസം കൊണ്ടുവന്ന് കുത്തിക്കയറ്റി ആ പുരോഗമനവാദത്തിൻ്റെ ആ തലത്തിൽ അർത്ഥതലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച കുറേയധികം അരാജകത്വവാദികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതാണ് വ്യത്യാസം. ഭാര്യ ഉള്ളവൻ ഭാര്യയുമായിട്ടുള്ള ആ കൺസേൺ നിൽക്കണം. ഷാനവാസ് നിന്നില്ലേ, ഷാനവാസിന് ആരെയും പിടിക്കണമെന്നൊന്നും തോന്നിയില്ലല്ലോ. അങ്ങനത്തെ ഒരു പരിപാടി. അയാൾക്ക് ഭാര്യ ഉണ്ടെന്ന് അയാൾക്ക് നല്ല ബോധമുണ്ട്, കുടുംബം കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ബോധം അയാൾക്കുണ്ട്. അതുകൊണ്ട് അയാൾ ആ മര്യാദയ്ക്ക് അവിടെ നിന്ന്. ബാക്കി ആർക്കുണ്ടായിരുന്ന ആ ബോധം ഒന്നും പറഞ്ഞെന്നാണ്. ബാക്കി എല്ലാത്തിനും ഇതുപോലെ തന്നെ. പിന്നെ അക്ബറിനെ ഒരു പട്ടിച്ചാത്തനും തിരിഞ്ഞു നോക്കൂല, കാരണം അവൻ്റെ കൈയിരിപ്പിന് പെണ്ണുങ്ങൾ ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് അല്ലെങ്കിൽ അവനും അങ്ങനെ ഒരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ്, അല്ലാതെ അനുമോളുടെ പ്രശ്നമൊന്നുമല്ല. ഇനി ആ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് കേൾക്കാം. അനുമോൾക്ക് നല്ല PR ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോൾക്ക് നല്ലൊരു ഓഡിയൻസ് ഉള്ള കാര്യം നമുക്കറിയാം. നമുക്ക് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്, കാരണം ഫ്ലവേഴ്സിൽ പോലത്തൊരു ചാനലിൽ പോയിട്ട് വലിയൊരു ഷോ ചെയ്ത ഒരാളാണ്. അപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം നല്ലൊരു ഓഡിയൻസും ഉണ്ട്, അത്യാവശ്യം നല്ല PR-ഉം ഉണ്ട്. എങ്കിൽ കൂടി അനുമോൾ കാണിക്കുന്ന അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൂടാ എന്നില്ലല്ലോ. എന്ന് വെച്ചാൽ അനുമോൾ അവിടെ ഭയങ്കര കുറ്റമാണ് ചെയ്തത്, അനുമോൾ കുഴപ്പമായിരുന്നു എന്നാ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം സത്യവും പറയുന്നുണ്ട്. അനുമോൾക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേര് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ജയിച്ചു വന്നിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി സത്യത്തെ അനുമോളെ ജയിപ്പിച്ചത് ഇവരുടെയൊക്കെ ശത്രുതയാണ്. ശൈത്യയുടെ അസൂയ, ബിൻസിയുടെ ശത്രുത, മസ്താനിയുടെ സപ്പോർട്ട്, ലക്ഷ്മിയുടെ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ ജയിച്ചത്. കാരണം ഒരാളെ ഒരു കാര്യവുമില്ല അനാവശ്യമായി ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് ആ പെങ്കൊച്ചിനെ ചെയ്യാവുന്ന അങ്ങ് അറ്റം കയറി ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ഇത്രയധികം ആൾക്കാർ സപ്പോർട്ട് കൊടുത്തത്. ലാസ്റ്റ് മിനിറ്റിൽ ട്വിസ്റ്റായത്. ഒരു പക്ഷേ സീസൺ 7 ഏറ്റവും മോശപ്പെട്ട ഒരു മത്സരാർത്ഥി ജയിക്കേണ്ട ഒരു ആവശ്യം ആകുമായിരുന്നു. അവിടെ അനുമോൾ ഒരു പടി കൂടെ മുമ്പോട്ട് കയറി സ്കോർ ചെയ്ത് ആ ഒരു കപ്പ് കരസ്ഥമാക്കിയതിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ്. നല്ല കുത്തിക്കഴപ്പാണ്.
ഇപ്പോഴും അപ്പാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് പകരം ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്ന രൂപത്തിൽ പെണ്ണുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മസ്താനി അവമാനിച്ചതിൻ്റെ റീസൺ, അവൾ ഇൻ്റർവ്യൂവിന് ഇയാളുടെ കാലി പിടിക്കുന്നുണ്ടായിരുന്നു. അത് പുറത്തെ കാര്യമാണ്, അത് എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പുറത്തുള്ള ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യരുത്, പുറത്തുള്ള രീതി വെച്ചിട്ട് നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എവരി വൺ ഈസ് ഈക്വൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതൊക്കെ മറന്ന് അതിനകത്ത് കളിച്ചിട്ടാണ് ആ പ്രശ്നം വന്നത്. അപ്പാനിക്ക് PR ഉണ്ടായിരുന്നു, വിനുവിനെ തന്നെയാണ് PR ഏൽപ്പിച്ചതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറികടന്ന് വിനുവിന് പുറത്തേക്ക് പോകേണ്ട, അല്ലെങ്കിൽ അപ്പാനിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നൊരവസ്ഥ, അതിൻ്റെ റീസൺ കയ്യിരിപ്പ് തന്നെയാണ്. പെൺകുട്ടികളെ ആക്രമിക്കുന്ന രീതി എന്തോരമൊക്കെ പറഞ്ഞു. അനുവിൻ്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിച്ചു, അവളുടെ പിന്നെ അബ്രിങ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോളെ ശരിക്കും ഉപദ്രവിച്ചത് ഈ അപ്പാനി തന്നെയാണ്. അത്ര ബോധമില്ലാതെയാണ് അവ അതിനകത്ത് കളിച്ചത്. ബോധമില്ല, അതുകൊണ്ടാണല്ലോ ബിൻസി ആയിട്ടൊക്കെ ഉള്ള ഇത് കൊണ്ട് കിടന്നത്. പിന്നെ മാപ്പറകൾ കണ്ടെത്തിയ വീഡിയോ ക്ലിപ്പും ഒക്കെ പുറത്തു വന്നതല്ലേ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇനിയും അനുമോളെ കുറ്റപ്പെടുത്തുന്നത് ഇവനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ പറയും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. എനിക്കിത് കണ്ടിട്ട് നല്ല കൊടുക്കാനാണ് തോന്നി. കുറച്ചൊക്കെ ബോധമുള്ളവനെ നമുക്ക് ബോധമുള്ളവനേ എന്ന് വിളിക്കാൻ പറ്റും. ഇത് തീരെ ബോധമില്ലാത്ത മന്ദബുദ്ധിയായിപ്പോയി. അതാണ് ഇവനെയൊക്കെ എന്താ പറയുക. ഒരു ഷോ കഴിഞ്ഞു, ഇനി ആ ഷോയിൽ അനുമോളെ പറ്റി തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുറ്റം ആരും ചോദിക്കത്തില്ല എന്നുള്ളതാണ് അവൻ്റെ വിചാരം. തെറ്റിപ്പോയി. ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഒരു പണിയില്ലാതിരിക്കുകയാണ്, ഞങ്ങളൊക്കെ ഒരു ജോലി ഇല്ലാതിരിക്കുകയാണ്. വിടൂലടാ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്ന? നീ മിണ്ടാതിരുന്നാൽ അത്രത്തോളം കുറയും. നീ ഇത് പറഞ്ഞ് വെറുതെ ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് ഇല്ലാത്ത സ്റ്റോറിയും കൂടെ എടുത്ത് പുറത്തേക്ക് വിടുന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിക്തഫലം അല്ലെങ്കിൽ പരിണിത ഫലം. അത് മനസ്സിലാക്കി കുറച്ചൊരു 50 പൈസയ്ക്ക് അടങ്ങിയാൽ നല്ലത്. അത് ബിൻസി ആയിരുന്നാലും ശരി തന്നെ, നീ ആയിരുന്നാലും ശരിയാ. അനുമോളെ വിട്ടേക്കുക. ആ ഒരു പോഷൻ പറയാൻ നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് അവിടെ. പക്ഷെ നിങ്ങൾക്ക് അവളെ വിറ്റാലേ പറ്റുള്ളൂ. അവളെ മോശം പറഞ്ഞാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു നിലയിലേക്ക് എത്തി. നിങ്ങൾ രണ്ടുപേർ ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് എന്താണെന്ന് നിങ്ങൾ ഇരുന്ന് ആലോചിച്ചാൽ മാത്രം മനസ്സിലാകും. അത്രയ്ക്ക് ബോധമില്ലാത്ത രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടും കാര്യവുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് subscribe my channel. Thank you.